പുറകിലുണ്ടല്ലോ. അവര് നമ്മുടെ പിന്നിൽ തന്നെ ഉണ്ടല്ലോ. ബാബു മുതലാളി മുതലാളി കൊളപ്പുള്ളി ട്രാൻസ്പോർട്ടിന്റെ ലോഡ് പിടിക്കാൻ ആർക്കട ധൈര്യം ഉണ്ടായത്? ചെക്ക് പോസ്റ്റ് കിടക്കണ കണ്ടിട്ടാ ഞാൻ മുന്നിൽ കയറി പോകുന്നത്. അത് കഴിഞ്ഞാ ചെക്ക് പോസ്റ്റിന് കുറച്ച് മാറി ആ മുൻസാമിയുടെ പോലീസ് കിടപ്പുണ്ടായിരുന്നു. നമ്മുടെ രാഘവേട്ടൻ അവരുടെ കയ്യിൽ പെട്ടെന്നാ തോന്നുന്നത്. വണ്ടി പിടിച്ചതിനടുത്താണ് ആ മാർത്താണ്ഡന്റെ ഗോഡൗൺ. അവിടെ കയറിയും തപ്പിയാലേ. സംസാരിക്കാതെ ചെയ്ത് കാണിക്കട. അമരവിളിക്കും നെയ്യാറ്റിൻകരയ്ക്കും ഇടയിൽ അവന്റെ ഒരു സ്ക്വാഡ് കളി. മാർത്താണ്ഡൻ വേലായുധൻ വീണ്ടും കളി തുടങ്ങി. ഹര ഹരോ ഹര മുരുകാ. வணக்கம் ஐயா. வணக்கம் கலெக்டர் ஐயா. ஏதாவது இருந்தா சொல்லுங்க. எங்களுக்கு போயிட்டு நிறைய வேலை. ഞാനും SP MLAയും നേരിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറായത് ഇതൊന്ന് തീരട്ടെ എന്ന് വിചാരിച്ചാണ്. കളക്ടർ നീ மட்டும் பேசு. அந்த MLA സുധാകർ யாருன்னு എനിക്ക് தெரியும். മാർത്താണ്ഡ, നമ്മളിവിടെ കൂടിയിരിക്കുന്നത് അനാവശ്യമായൊരു വാക്തർക്കത്തിനല്ല. അണ്ണന്റെ ഒരു ലോഡ് സ്പിരിറ്റും ഡ്രൈവർ രാഘവനെയും തന്റെ ആളുകൾ ബോർഡറിനപ്പുറം പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ കാര്യം മാന്യമായി ഡീൽ ചെയ്യാമെന്ന് കലക്ടർ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗിന് അണ്ണൻ സമ്മതിച്ചത്. എന്നാ ജാമി അണ്ണൻ അണ്ണൻ ചൊല്ലി മറ്റുള്ളവരുടെ വരട്ടണ വേല എങ്കിட்ட വച്ചിരാതെ. ആമാ എന്ത ലോറി എന്ത ഡ്രൈവർ ഒന്നും പുറിയില്ലേ? Will you please cooperate with us? എന്നാ നമുക്ക് സമാധാനമായി സംസാരിക്കാം. കളക്ടറെ, ഇവന്മാരുടെ തമാശ കാണാനാണോ താൻ ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചത്? എങ്ങളെ കൂപ്പിട്ടുതാണ്ടാ ഇങ്ങ വന്നത്. അല്ലാതെ പപ്പനാമ മണ്ണിലെ അണ്ണനെ പാക്കുறீங்களே. കാര്യത്തിലേക്ക് വാ. அது ரைட். ஆமா லோடு எங்கிட்ட தான் இருக்கு. அந்த டிரைவர் புறம்போக்கு நாயும் எங்கிட்ட தான் இருக்கு. எம்எல்ஏ போர்டருக்கு அந்த பக்கம் ஒரு அண்ணா இருந்தா இந்த பக்கம் ஒரு அண்ணா இருக்கும். அதுதான் இந்த மார்த்தாண்டன். எனக்கு கேரளாவிலேயே ஒரு வைன் ஷாப் பிடிக்க முடியாதா? കേരളാവിലും തമിഴ്നാട്ടിലും അബ്കാരി ഇരിക്കില്ലയാ? நான் உயிரோடு இருந்தா ஒரு நாளாவது உன்னுடைய அப்காரி சேர்ல இருப்பேன்டா. നീ പൊളത്തും. എടാ, നിന്റെ ഒക്കെ തണ്ട വേലായുധൻ അവന്റെ ആയുസിന്റെ പകുതിയും കളഞ്ഞത് ഇതേ മോഹത്തിന്റെ പേരില. കൊളപ്പള്ളിയെ തോൽപ്പിച്ച് പത്മനാഭന്റെ മണ്ണിൽ ഒലത്താൻ ഇറങ്ങിയ പാണ്ഡ്യ കഴിവരുടെ ഗതി ഈ നാട്ടുകാർ കണ്ടതാ. കളക്ടറെ, ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ നോക്കിക്കോളാം. ഈ പത്മനാഭന്റെ മണ്ണിൽ ഇനി നീ കാലുകുത്തില്ല. നോക്കിക്കോ, ഈ കൊളപ്പള്ളിയാ പറയുന്നേ. വാസുവിനെ വിളിക്കണം.
ഞാൻ കഴിച്ചതാ. നമ്മുടെ രാഘവേട്ടനൊന്നും കഴിച്ചിട്ടില്ല. അയ്യോ ഇതെന്ത് പറ്റിയുടെ രാഘവ നിനക്ക്? പേടിക്കാനൊന്നുമില്ല, വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടി. ആണോ? നീங்க വന്നേ. അണ്ണാറക്കണ്ണൻ ചാടണല്ലേ? ആ അതൊരു മന്ത്രമുണ്ട്, കാണിച്ചു തരാട്ടാ. ഓം കാളി നെയ്ത്ത് കാളി ശുക്രൻ നമ്മുടെ മഞ്ഞപ്പൊടി. അണ്ണാറക്കണ്ണൻ ചാടട്ടെ. കണ്ടാ? ഏയ്, ഏയ്. കണ്ടാ? കണ്ടാ? ഏയ്, ദേ ചാടണം. ഇവൻ ഇതുവരെയായിട്ടൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ആഹാ. അത് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഉമ്പായി കുച്ചാണ്ട് പാണങ്കത്തണുമാ വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. ആ കാളഷാജിയുടെ വാറ്റ് സെറ്റപ്പ് ഇന്നലെ SI സലാമും നമ്മുടെ പിള്ളേരും കൂടി റെയ്ഡ് നടത്തി പൊളിച്ചു. ആ ഏരിയയിലെ നമ്മുടെ ഷാപ്പുകളിലാണ് ബിസിനസ് അല്പം കുറവുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ താൻ ചെയ്തോ മുതലേ. ആ ആ മാർത്താണ്ഡനാണ് ഇവനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നത്. അതെ, അണ്ണാച്ചി കളിച്ച് ബോർഡർ വിട്ടുള്ള കളിയാ കളിക്കുന്നത്. ഓരോരുത്തരൊക്കെ എസ്കോട്ട് പോയി തല്ല് വാങ്ങിയവരല്ലേ പണി. ഒരാവശ്യത്തിന് ഞാൻ മറ്റു പലരുടെയും കാല് പിടിക്കണം. മറ്റു വല്ലവരും ആണോ? സ്വന്തം ആള് തന്നെയല്ലേ വാസു? എടോ, അവന് ഈ ബിസിനസ് കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലെന്ന് അറിയില്ല തനിക്ക്. ഇതാ രാഘവന്റെ കാര്യമായതുകൊണ്ടാ. ശരി. കൊഞ്ചി പറയാറില്ലേ? മോൻ പോയി കളിച്ചോട്ടാ. ആ നിന്റെ കാര്യം ഞങ്ങൾ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. ആഹാ, വിചാരിച്ച ഉടനത്തെ ഞാനെന്താ ദൈവം തമ്പുരാനാ? ആണല്ലോ, ഈ കുടുംബത്തിന് നീ അതുപോലെ തന്നെ. വാസു, നിനക്കെന്താ ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ ഒന്ന് അത് സഹായിച്ചു? വിട്, നമുക്കൊന്നും വേണ്ടേ. പണം മനുഷ്യന്റെ സ്വസ്ഥത കെടുത്തുന്ന മാധവ്യമ്മ പറയാറുണ്ട്. കണ്ടില്ലേ ചിലരൊക്കെ സ്വസ്ഥമായിട്ടിരിക്കണത്. ഇപ്പൊ ഉള്ളത് വെച്ച് ഈ വാസു ഹാപ്പിയാണ്. ദാ നിങ്ങളുടെ ബിസിനസിന്റെ താക്കോല്. രാഘവേട്ടാ, പറഞ്ഞതുപോലൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലോക ആ കുട്ടികളുടെ കൂടെ വരട്ടെ. നമസ്കാരം. ഹാജാരൻ കൂടി കയറ്റിക്കോ. ശരി. പിന്നെ ഉറക്കത്തിന് എണീറ്റില്ലേ? എടാ ചെട്ടിയാരുടെ ലോഡൊക്കെ ഇറക്കി തീർത്തു. വെളുപ്പിന് 4 ലോഡ് വന്നതിറക്കി. ബാക്കിയുള്ള ചെക്ക് പോസ്റ്റിൽ കിടക്കാ. സീഫോൺ കൊടുത്താലും വണ്ടി വിടുള്ളൂ എന്ന് പറഞ്ഞ് ചെട്ടിയാരെ കണക്ക് പിള്ള പോയിരിക്കുക. പിന്നത്തെ കാര്യം എനിക്കറിയില്ല. ദേ ഇവന് ഇവിടെ ഉണ്ടായിരുന്നില്ല. ആരിവനാ? അതുകൊണ്ടല്ലേ നിന്നോട് ചോദിച്ചത്. ഓ അതെങ്ങനെ നീ അറിയാനാ? നിനക്കിപ്പോ യൂണിയൻ പണിയൊന്നുമല്ലല്ലോ, എല്ലാവർക്കും വേണ്ടി വണ്ടി കൊടുത്തോല്ലേ. എന്റെ ഇക്കാക്ക അത് കൊളപ്പള്ളി ഒരു കാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോ. കൊളപ്പള്ളി നിനക്കറിയില്ല അയാൾ ആരാണെന്താണെന്നൊക്കെ? അറിഞ്ഞു വെച്ചോണ്ടാണ് ഇങ്ങനെ. ഇക്കാക്കയും കൊളപ്പള്ളിയും ജോസ് പച്ചാനൊക്കെ എന്നോട് ഒരു കാര്യം പറഞ്ഞാ എനിക്കത് മറച്ചു ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, കൊളപ്പള്ളി എന്നെ ഏത് കാര്യത്തിൽ വിളിച്ചാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്യിപ്പിക്കാറുമില്ല. പിന്നെ ഇവിടെ നമ്മുടെ ഡ്രൈവർ രാഘവേട്ടന്റെ മാർത്താണ്ഡന്റെ ആൾക്കാർ പിടിച്ചു വെച്ചു എന്ന് അറിഞ്ഞപ്പോ. വാസു, കൊളപ്പള്ളി ചെയ്യുന്ന ഓരോ കാര്യത്തിലും നീ അറിയാത്ത പല പിൻകഥകളും ഉണ്ടാവും. നല്ലതും ചീത്തയും പുറമേയുള്ള ഒറ്റ നോട്ടത്തിൽ വിലയിരുത്താൻ കഴിയില്ല. എന്റെ ഇക്കാക്ക വേണ്ട, നിന്റെ മനസ്സ് മാറ്റാൻ എനിക്ക് കഴിയില്ല. അറിയാത്ത പിള്ള ചൊറിയും പറയും. ആ ഇന്ന് വൈകുന്നേരം യൂണിയൻ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. കോമൺ മീറ്റിംഗ് ആയതുകൊണ്ട് രാജശേഖരൻ MP അപ്പൊ വരും. മുട്ടത്ര സുധാകരനോ? വാസു, തല്ലുണ്ടാക്കാനാണെങ്കിൽ നീ വരണ്ടേ? അതെ, സഖാവ് ഹംസത് എന്നോടല്ല സംസാരിക്കണ്ടേ, അവന്മാരോടാ. തൊഴിലാളി വർഗത്തെ പറ്റി സംസാരിക്കാൻ വന്നിട്ട് ഭൂർഷായുസം സംസാരിക്കില്ല അവന്മാരാ. നീങ്ങ് വന്നേ. പള്ളക്കിട്ട് കുത്തരുതേട്ടാ. അനങ്ങിയ കയ്യും കാലും ബാക്കി ഒരു കയ്യാങ്കളി എന്നോട്. നമ്മളിങ്ങനെ പരസ്പരം തർക്കിച്ചിരുന്നാൽ ഒന്നും നടക്കില്ല. കൊടിയും നിറം നോക്കിയിട്ടൊന്നും ഇന്നത്തെ കാലത്ത് ഒരു കാര്യമില്ല. നമ്മൾ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി നിന്നാലേ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ. അവകാശങ്ങൾ നേടിയെടുക്കൽ മാത്രമല്ല രാജശേഖര തൊഴിലാളികളുടെ ലക്ഷ്യം. ലക്ഷ്യം മാത്രം നോക്കി ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പ്രസ്ഥാനത്തിന് നിലനിൽക്കാൻ പറ്റുമോ? അതെ, രാജശേഖർ സാർ ഒരുമാതിരി പിന്തിരിപ്പന്മാരുടെ ഭാഷ സംസാരിക്കരുത്. നേതാക്കന്മാർ സംസാരിക്കണമെന്ന് ഇടയ്ക്കാരി രമണ അണികളുണ്ടെങ്കിൽ നേതാക്കന്മാരുള്ളൂ. രാഘവ മതി നിർത്തേ. നമ്മുടെ അടുത്താ കളി. അതെ, മരിച്ചുപോയ തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾക്കുള്ള ക്ഷേമനിധി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അക്കാര്യത്തിലാണ് എനിക്ക് എതിരഭിപ്രായമുള്ളത്. പണി ചെയ്യുന്ന കാലം അത്രയും വേതനം പറ്റി മരിച്ചു കഴിയുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങളെ കൂടി തീറ്റിപ്പോട്ടെന്ന് പറഞ്ഞാ അതെ, ഞങ്ങള് തൊഴിലാളികൾ കഷ്ടപ്പെടുന്നതിന്റെ ഓഹരി നല്ല കൊടുക്കണേ, അല്ലാതെ രാജശേഖര സാറിന്റെ തറവാട്ട് സ്വത്തിനൊന്നല്ലല്ലോ കൊടുക്കണേ. ഓ നിർത്തി, എന്ത് പറഞ്ഞാലും ഓസു. അതെ, കോട്ടയത്തെ റബ്ബർ വാതി ഇങ്ങനെ വലിച്ചു നീട്ടാതെ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും. മനുഷ്യന് പോയിട്ട് ചീട്ടുകളിയായിരിക്കും പണി. ചീട്ടുകളിയാണോ വേറെ എന്തെങ്കിലും പണിയാണോ ഞാൻ തീരുമാനിച്ചത്? നിന്റെ വീട്ടിലേക്ക് ഒന്ന് നിർത്താനല്ലേ പറഞ്ഞത്. ഇപ്പൊ കാണായിരുന്നു. രാജശേഖര,
തൊഴിലാളികൾ ഇന്നീ ചെയ്തു വരുന്ന കാര്യങ്ങളൊന്നും നമ്മളായി തുടങ്ങി വെച്ചതല്ല, കാലാകാലങ്ങളായി തുടർന്നു വരുന്ന ചില ചിട്ടകളും രീതികളുമാണ്. ആ രീതികൾ ഇനിയെങ്കിലും കുറച്ചൊക്കെ മാറ്റുന്നതാണ് എന്റെ അഭിപ്രായം. രാജശേഖരൻ ഈ സംസാരിക്കുന്നത് രാജശേഖരന്റെ മാത്രം വാക്കാണോ അതോ എന്റെ വാക്ക് തന്നെയാണ് എന്റെ യൂണിയന്റെ. രാജശേഖരന്റെ വാക്കുകൾ തന്റെ യൂണിയന്റെ വാക്കുകൾ തന്നെ ആവാം, പക്ഷെ ഞങ്ങളുടേത് അങ്ങനെയല്ല. എന്റെ പാർട്ടിയുടെ തീരുമാനമാണ് എന്റെ തീരുമാനം. സർവ്വരാജ്യ തൊഴിലാളികളുടെ കാലമൊക്കെ കഴിഞ്ഞു സഖാവേ. ഇത് ഫ്യൂഡൽ റെവല്യൂഷണറിയുടെ കാലമാ. ഇടയ്ക്കൊക്കെ തലതാത്തി കൊടുത്തില്ലെങ്കിലേ പാർട്ടിയും കാണില്ല, അണികളും കാണില്ല, ചെങ്കൊടിയും കാണില്ല. തൊഴിലാളി വർഗത്തെ കുറിച്ച് സംസാരിക്കാൻ നീ ആരടാ? ഈ തഴമ്പ് നീ കണ്ട രാജശേഖര? ചെയ്യുന്ന തൊഴിലിന്റെ അടയാളം കൈവളയിൽ മുദ്രയായി കിട്ടുന്ന ഓരോ വർഗം ഞങ്ങള് തൊഴിലാളി വർഗം. നിന്നെ പോലുള്ള വർഗ ശത്രുക്കളെയും വർഗാധിപത്യത്തെയും വെട്ടിനിരത്തി ചങ്കൊടി പാറിപ്പിച്ച ഒരു തലമുറയുടെ കരുത്തുണ്ട്. കതറിട്ടതിന്റെ കീഴ്വയർ നോക്കി കൈകൊണ്ട് ഇംഗ്ലാവ് വിളിച്ചോണ്ടല്ല. രാജശേഖര, തൊഴിലാളി വർഗം അതൊരു കനലാണ്. മൂടി വെച്ചാലും എരിഞ്ഞുകൊണ്ടേയിരിക്കും. ആ പിന്നെ ജ്യോതി വന്നിട്ടുണ്ട്. ആ സൗദിന്ന് ഇന്നലെ. അതെ അതെ. എങ്ങോട്ട് ഇറങ്ങിയതാ ഈ മൂർത്തികളെ? ശബ്ദം കേട്ടപ്പോ ഞാൻ കരുതി പോലീസായിരിക്കുന്നു. ചാനലിലെ നമ്പർ 1 ചട്ടമ്പിയുടെ വീട്. പക്ഷേ ഈ ചട്ടമ്പിയെ തിരക്കി പോലീസുകാരും വീട്ടിൽ വരില്ല. അത് പിന്നെ താമസം മാർക്കറ്റിലാകുമ്പോ വീട്ടിൽ തിരക്കിട്ട് കാര്യമില്ലെന്ന് പോലീസിന് അറിയാം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? ബൂത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? വാസു, അമ്മായി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ മക്കളെ. എടി സുധ, നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ അടുക്കളയിലോട്ട് വന്നേ. വരുന്നമ്മേ. നിങ്ങൾ സംസാരിച്ചോണ്ട് നിക്ക്. മാതയമ്മേ ചോറ് വിളമ്പ്. മക്കളെ മരച്ചീനി വരാം. ഈ പ്രോപ്പർട്ടിയുടെ അടുത്തിറങ്ങുന്ന 35 ഏക്കർ നമ്മൾ വളച്ചെടുത്താൽ വരാൻ പോകുന്ന എക്സ്പ്രസ് ഹൈവേയിൽ നമുക്ക് ഫ്രണ്ടേജ് കിട്ടും. നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ പ്ലാനിൽ ചില മാറ്റം നമ്പൂരിച്ചന്റെ കൊലയ്ക്ക് മുന്നിൽ ചില ബമ്പന്മാരെന്ന് ഈ ഭാഗത്തൊന്ന് കൂട്ടിക്കേച്ച് വായിക്കും. കൊട്ടാരം നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും, കൊലക്കാരെ കയത്തും വീഴുകയും ചെയ്യും. ആചാര്യ ടെൻഷൻ അടിക്കാതെ. പത്രത്തിലൊരു വാർത്ത വന്നെന്നും പറഞ്ഞു. ഇതിലും വലിയ വാർത്തകൾ മുമ്പ് ഉണ്ടായിട്ടില്ലേ നമ്മുടെയൊക്കെ പേരിൽ? എന്നിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു? എന്റെ സുധാര, ആ വാർത്ത മുഴുവനായിട്ടൊന്ന് വായിക്ക്. ടി വിക്കാര് ഫീച്ചറാക്കാൻ പോവാണ്. എന്ത് ഫീച്ചർ? ഫീച്ചർ ടിവിയില്, ടി വി ഫീച്ചർ. ഫീച്ചർ അലാക്കിലെ എടങ്ങാറായാലോ റബ്ബേ. എന്റെ ബലമായ സംശയം ഈ റിപ്പോർട്ട് പിന്നിൽ ആ ജോസഫ് തോമസ് ആണ്. ഈയൊക്കെ ഇങ്ങനെ പടക്കപ്പരക്ക് തീ കൊടുക്കാണ്ട് ഇതിന് രക്ഷപ്പെടാൻ വഴി പറഞ്ഞാ നമുക്ക്. വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഈ ഡീലിന്റെ പേരും പറഞ്ഞ് താൻ ഈ മണ്ണിൽ കാല് കുത്തരുത്. എങ്ങനെ? തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇല്ലിക്കൽ കൊട്ടാരത്തിന്റെ പേരും പറഞ്ഞ് പത്മനാഭന്റെ മണ്ണിൽ കാല് കുത്തരുതെന്ന്. അത് പറയാ ഈ അഴക്കോളപ്പുള്ളി. ഇവിടെ കിടന്ന് അലറിയാ. ഈ ഒലത്ത് കൊട്ടാരത്തിന് കോടികൾ നമ്മൾ മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് പലിശ സഹിതം നമ്മൾ തിരിച്ചു പിടിക്കും. കൊമ്പത്തവന്റെ ഓനറിയില്ല ബാബുക്കെ. ഓ കൊളപ്പുള്ളിയാണ് നമ്മൾ ബാപ്പൂട്ടിയാ. ബാപ്പൂട്ടി ഹാജി. ഓ തെക്കൻ കേരളത്തിലെ കിരീടം വെക്കാത്ത രാജാവാണ്. നമ്മൾ ഈ ദുനിയാവിന്റെ മുഴുവൻ സുൽത്താനാ. ആചാര്യ പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. വേണ്ട, ഈ ഒന്നും മുണ്ടണ്ട. ഇനി ബാപ്പൂട്ടി പറയും, ഇതൊക്കെ കൂടി കേൾക്കും. ആചാര്യ ഒക്കെ ശരി തന്നെ, പക്ഷെ ഞങ്ങൾ 1 2 പേര് അനുസരിച്ചുകൊണ്ട് മാത്രം തകർക്കാൻ പറ്റുന്നല്ല കൊളപ്പള്ളി. പണം മാത്രമല്ല കൊളപ്പള്ളിയുടെ ശക്തി. അണ്ണ അണ്ണാന്ന് വിളിച്ച് ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു സൈന്യം തന്നെയുണ്ട് അയാൾക്ക് പിന്നിൽ. ആചാര്യ പ്ലീസ്, ഇവര് പറയുന്നതിലും കാര്യമുണ്ട്. ആചാര്യ ഞാൻ പറയുന്നൊന്ന് കേക്ക്. കൊട്ടാരത്തിന്റെ കാര്യത്തിൽ എതിർപക്ഷത്തുള്ളത് ജോസഫ് തോമസാ.
അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെയുള്ള ഒരു നീക്കത്തിനും കൊളപ്പള്ളി കൂട്ടു നിൽക്കില്ല. എന്ന് വെച്ചാ അതിന്റെ പേര് നമ്മൾ മുടക്കിയ കോടികൾ അങ്ങോട്ട് മറക്കണം. അതിന് പുളിക്കും. ഇവിടെ ആർക്കും ആരുടെ ഒന്നും നഷ്ടപ്പെടില്ല. ജോസഫ് തോമസിനെതിരെ ചുവട് വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത് അണ്ണനെതിരെ കൂടെയാണ്. ഇവിടെ ചുവടൊന്ന് പിഴച്ചാൽ പിന്നെന്താ സംഭവിക്കാന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കും അണ്ണനും ഇടയിൽ ഒരു ശിഖണ്ഡിയുടെ മറ ആവശ്യമുണ്ട്. നേർക്ക് നേരെ കാണാതെ പോരിനിറങ്ങാം. അല്ല, താനാരെ ഉദ്ദേശിക്കുന്നത്? വർഷങ്ങളായി അണ്ണം വെച്ച് അനുഭവിക്കുന്ന അബ്കാരി സാമ്രാജ്യം സ്വപ്നം കണ്ട് അങ്ങ് പാറശാല ബോർഡറിനപ്പുറത്തും കിടക്കുന്നില്ലേ, അവൻ തന്നെ. ഒന്നാടങ്ങന്റെ ഹാജി. வாங்க வாங்க ஹாஜாரே, என்னோட வணக்கம். വണക്കം വണക്കം. എന്റെ മാർത്താണ്ട, ആ കൊളപ്പുള്ളി എന്ന് പറഞ്ഞ സൈത്താനെ കൊണ്ട് നമ്മൾ ഇടങ്ങേറായിക്കണം. സത്യം പറഞ്ഞ ശരീരത്തിനാകെ ഒരു വിറയല. ഇത് ആർക്കെതിരെയാ യുദ്ധത്തിന് ഇറങ്ങുന്നെന്ന് ഓർക്കുമ്പോഴാ കുളപ്പള്ളിയെ നിർത്താൻ വിളിച്ച കൊലപ്പുള്ളി കൊലപ്പുള്ളി കൊലപ്പുള്ളി. யோ ஹாஜாரே, அப்படி கிடையாதுப்பா. இந்த புறம்போக்கள் சொன்னது நிஜம்தான். ஓரோ தடவும் அந்த கொலப்புள்ளி கிட்ட போய் தோத்து வரன விஷயம் ஏன் அப்பா சொல்லி எனக்கு நல்லா தெரியும். அந்த கொலப்புள்ளிய நேருக்கு நேர நின்று வீழ்த்தது ரொம்ப கஷ்டம். அதனால தான் இப்படி ஒரு திருட்டு സെറ്റപ്പ്. നിങ്ങൾ പറയുന്നൊക്കെ ശരി തന്നെ, പക്ഷെ എങ്ങനെ? ഇന്നത്തെ ഞങ്ങളുടെ പ്രശ്നം ജോസഫ് തോമസാ, മാർത്താണ്ഡന്റെ പ്രശ്നം കൊളപ്പള്ളി. പക്ഷെ ഇവര് രണ്ടുപേരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാ. പഴയ ഏതോ തെറ്റിദ്ധാരണയുടെ പേരിൽ പരസ്പരം കാണുകയോ മിണ്ടുകയോ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അല്ലാതെ ജോസഫിനെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ പോലും കൊളപ്പള്ളി കൂട്ടു നിൽക്കില്ല. മുരുകാ, എന്നെ മട്ടും കാപ്പാത്തപ്പാ. എംഎൽഎ സാർ, രണ്ട് ചങ്ങാതിമാരിലെ ഒരാൾ മറ്റേ ആളെ പോട്ട് തള്ളിന புரியல சொல்லித்தர்றேன். அதாவது அந்த ஜோசப் தாமஸ்னு இந்த கொலப்புள்ளி கொலை பண்ணினா நம்பிக்கை இல்லையா? அது எப்படின்னா, நேத்து வர இந்த கொலப்புள்ளி வீட்டுல காவல் நாயாயிருந்த எம்பியும் எம்எல்ஏயும் இப்ப எங்க நிக்குதுன்னு பார்த்தா போதும். ഒന്നും இங்க இங்க வா ஹாஜரே. ரொம்ப யோசிக்க வேண்டாம். கொட்டாரம் மாற்ற பேசுறதுக்கு ஜோசஃபும் கொலப்புள்ளியும் ஃபேஸ் டு ஃபேஸ் பார்த்தா மட்டும் போதும். மீதி இந்த മാർത്താണ്ഡൻ പാത്തിടുവേൻ. അണ്ണാ അണ്ണോ, അപ്പൊ അവനെ വിളിക്കട്ടെ. മോനെ റാഫിയടാ. റാഫി, നീ അകത്ത് വാ. താനെന്തിനാ കാണണമെന്ന് പറഞ്ഞത്? മടുത്തിടോ. വേണ്ട എന്ന് സ്വയം തീരുമാനിച്ചാലും വിട്ടൊഴിയാൻ കഴിയാത്തതായും ചിലതൊക്കെ ഉണ്ടാവും. താനൊന്ന് നേരിൽ കാണണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചു. ഗോവിന്ദ, കൊട്ടാരത്തിന്റെ കാര്യം സംസാരിക്കാനാണ് ഈ കൂടിക്കാഴ്ചയെങ്കിൽ ഐ എം സോറി, നമുക്ക് പിരിയാം. ജോസഫെ, ഞാൻ ഒരു മിത്രൻ നമ്പൂതിരി കൊല്ലപ്പെട്ടെന്ന് കരുതി ആരും അത്ര അഹങ്കരിക്കണ്ട എന്ന് പറഞ്ഞേക്ക്. എടോ, താൻ ധരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങള്. ഈ നാടിന്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും വരക്കൊള്ളയടിക്കാൻ
ഹവാല പണം കൊണ്ട് എന്ത് നെറികേടും കാണിക്കുന്ന ഒരു പറ്റം ചെന്നായ്ക്കൾക്ക് നടുവിലാ താനിപ്പോ. അറിയാമടോ, ആരൊക്കെ എന്തൊക്കെ കളിച്ചാലും തിരുമേനിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഏതൊക്കെ തമ്പുരാക്കന്മാരുണ്ടെന്നുള്ള സത്യം ഈ ജോസഫ് പുറത്തു കൊണ്ടുവരും. താൻ ഞാൻ പറയുന്ന കേൾക്ക്. കരുണ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ജോസഫ് തോമസിന്റെ കൊലപാതകം തെളിയിക്കാൻ കേരള പോലീസിന് ഇരുട്ടി തപ്പേണ്ട വരൂല്ലടാ. നോക്ക് സാറേ, ക്യാമറ ഫോണിന്റെ ടെക്നിക്കൽ കണ്ട. എന്ത് നോക്കി പേടിപ്പിക്കണത്? കൊടു, എവിഡൻസ് കൊടു സാറേ. എടാ പൊക്കി എടുക്കടാ ഇതിനെ. വാ മക്കളെ, വാ. എന്തിനായിരുന്നു വാസുട്ട അവരെന്റെ പപ്പയെ കൊന്നത്? ഇത്രയും വലിയൊരു ചതിയായിരുന്നു അവരുടെ കുള്ളിൽ നിന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊളപ്പള്ളിയുമായുള്ള കോംപ്രമൈസ് മീറ്റിംഗിന് ഞാൻ അനുവദിക്കില്ലായിരുന്നു എന്റെ പപ്പയെ. കൊട്ടാര സ്ഥലവും മാത്രമല്ല, മേടയ തറവാടിന്റെ മുഴുവൻ സ്വത്തും കൊടുക്കാൻ ഞങ്ങള്. പകരം ഞങ്ങളുടെ പപ്പയെ തിരികെ തരാൻ കഴിയും അവർക്ക്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊന്നും എന്റെ കയ്യിലില്ല. പക്ഷെ ഒന്ന് ഈ വാസുവിനറിയാം, കൊളപ്പള്ളി അണ്ണൻ അത് ചെയ്യില്ല. അത് ഈ വാസുവിന് ഉറപ്പാ. നിനക്കറിയില്ല, അവൻ കൊല്ലും ഇനിയും പലരെയും. ചതിയും കൊലപാതകവും കൊളപ്പുള്ള എന്നുള്ള ലഹരിയാണ്. ഇല്ല, അണ്ണൻ അത് ചെയ്യില്ല. മിണ്ടിപ്പോരുതാ വാക്കിവിടെ. അറിവ് വെച്ച കാലം മുതൽ നീ എന്നിൽ നിന്നും അറിയാൻ ശ്രമിക്കുന്ന ഒരു സത്യമുണ്ട്. നിന്റെ അച്ഛൻ എന്തിന് ആത്മഹത്യ ചെയ്തു? നിന്നെ നൊന്തുപറ്റ ആ പാവം പെൺകുട്ടിയെയും കൊണ്ട് സഖാവ് കരണം ആത്മഹത്യ ചെയ്തത് എന്തിനാണെന്ന് അറിയണ്ടേ നിനക്ക്? ചാല മാർക്കറ്റിലെ തൊഴിലാളികളിൽ കഴിവുകൊണ്ടും അധ്വാനം കൊണ്ടും വേറിട്ട് നിന്ന് 4 പേരുണ്ടായിരുന്നു. നിന്റെ അച്ഛൻ കരുണൻ, ഹംസ, ഗോവിന്ദൻ, പിന്നെ എന്റെ ജോസഫ്. അത് എല്ലാവർക്കും പ്രിയങ്കരനും അധ്വാനിയും കരുണനായിരുന്നു. തൊഴിലാളികൾക്ക് മാത്രമല്ല, മുതലാളിമാർക്കും പ്രിയങ്കരനായിരുന്നു അവൻ. കിട്ടിയിരുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും ഒരു പങ്ക് മിച്ചം വെച്ച് കരുണനും ജോസഫും ചില ചില്ലറ കച്ചവടങ്ങൾ ചെയ്തിരുന്നു. അതൊന്നും അത്ര മെച്ചപ്പെട്ടില്ല. ഒരു ദിവസം ഗോഡമുള്ളിൽ ചെമ്പാച്ചാക്കൾ ഇറക്കിയിട്ടിരിക്കുമ്പോ ചവിട്ടുപടികളിൽ നിന്ന് കാൽ തെറ്റി കരുണൻ താഴെ വീണു. നീണ്ട കാലത്തെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ട കരുണന്റെ ഒരു കാലും കൈയും തളർന്നു പോയിരുന്നു. മെച്ചപ്പെട്ട ചികിത്സ നൽകാൻ തൊഴിലാളികൾക്കോ പ്രസ്ഥാനത്തിനോ കഴിഞ്ഞില്ല. ഇന്നത്തെ പോലെ പാർട്ടിക്ക് അന്ന് സാമ്പത്തിക ശേഷി ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് പാർട്ടി കരുണനെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ മൗനാനുവാദം കൊടുത്തത്. അപ്പോൾ നടക്കുന്ന ഷാപ്പ് ലേലത്തിൽ കരുണന് പങ്കെടുക്കാൻ, കരുണനെ സഹായിക്കാൻ സന്മനസ്സുള്ള തൊഴിലാളിമാരും മുതലാളിമാരും അവരവരാൽ കഴിയാവുന്ന തുക കടമായും അല്ലാതെയും നൽകി. ആര്യശാല ദിവാകരൻ 450 രൂപ. 450 രൂപ. മണി സ്റ്റോറിലെ ബാബു 600 രൂപ. 600 രൂപ. ആറുമുഖൻ ചെട്ടിയാർ 2500. ചെട്ടിയാർ 2500. കാസിം മുതലാളി 2000 രൂപ. മുതലാളി 2000 രൂപ. മാധവി 850. അതെഴുതണ്ട ജോസഫ് അണ്ണ, അതെഴുതണ്ട. അങ്ങനല്ല ജോസഫ്, കാശ് തന്നയാൾ ആരായാലും അത് എത്ര ചെറിയ തുകയാണെങ്കിലും എഴുതി വെക്കണം. എനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാലത്ത് അവർക്ക് മുതലിനൊപ്പം എന്തെങ്കിലും കൂടുതലും കൊടുക്കണം. അത് ശരിയാ. കാരണം ഈ പാവങ്ങളൊന്നും ആഗ്രഹിച്ചല്ല ഈ തന്നതൊക്കെ. പണ്ടം പണയം വെച്ചവരെ തന്നവരുണ്ട്. ആ സുലോചനെ, ആ ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു നോക്ക്. ഡേ, അതാ മേശവലിപ്പിലോട്ട് വെച്ചേര്. ഏയ് അതുപോരാ, ഇവിടെ പണമുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നമ്മൾ സൂക്ഷിക്കണം. ഇവിടെ പണം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അത് എവിടുന്ന് വന്നു എന്നും എല്ലാവർക്കും അറിയാം. മനസാക്ഷിയുള്ള ഒരുത്തനും അതേ തൊടത്തില്ല. എന്തിനാണ് എപ്പോഴും ഇങ്ങനെ കുറ്റം പറയണത്? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സുലോചനെ, ആ കാശിങ്ങെടുത്തോ.
എന്നാ നമുക്ക് പോവാം. ഇത് മാസം ആദ്യമാണ്, ട്രഷറിൽ ഭയങ്കര തിരക്കായിരിക്കും. സുലോചന സമയം ഒന്ന് വേഗം വാ നീ. ആ പൈസ കാണുന്നില്ല. നീ ശരിക്കും നോക്ക്, അവിടെ കാണും. ശരിക്കും നോക്കിയാ? എല്ലായിടത്തും നോക്കി, എവിടെയില്ല. നമ്മുടെ പൊന്നിനെ ഒറ്റയ്ക്കാക്കി എങ്ങനെ പോകും നമ്മള്? നമ്മള് പോയാ ആരാ ഇവനുള്ളത്? വേണ്ട, ഇവനെ ഒറ്റയ്ക്കാക്കണ്ട. എന്താ സൊല്ലു ഇത്? എല്ലാവരും സ്വന്തം മനസ്സാണ് നമ്മളെടുത്ത തീരുമാനമല്ലേ ഇത്? ഒന്നും അറിയാത്തവനെ എങ്ങനെ? നമ്മളിൽ ഒരാളിത് ചെയ്യണം. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ തന്നെ. അതിന് നമുക്ക് കഴിയുമോ സുലു? ആരോരും ഇല്ലാതിരുന്ന് എന്നെ വളർത്തിയത് ചാലച്ചന്തയാ. പക്ഷെ ഇവൻ ആരും ഇല്ലാത്തവനാവില്ല. ഇവന് ഹംസ ഉണ്ടാവും, ജോസഫ് ഉണ്ടാവും, അമ്മയുടെ സ്നേഹവും ലാളനെയും കൊടുത്ത് മാധവി ഉണ്ടാവും. ഇവൻ അനാഥനാവില്ല സുലു. മോനെ കൊളപ്പള്ളി ഗോവിന്ദൻ കരളിനെ ചതിച്ചു.